ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റിയാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമുക്ക് രാവിലെ 3 തൊട്ട് 5:15 കത്തിക്കേണ്ടത്. ആ സമയമാണ് ബ്രഹ്മമുഹൂർത്ത ടൈം എന്ന് പറയുന്നത്. ഈ സമയം നമ്മൾ ഒരു തട്ടയിൽ 5 ചിരാത് വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും സഫലമാകുമെന്നാണ് പറയുന്നത്. ഈ 5 ചിരാതല്ലാതെയും നമ്മൾ ബ്രഹ്മമുഹൂർത്ത ടൈമിൽ വീടുകളിൽ കത്തിക്കുന്ന നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചിരാത് കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആഗ്രഹം, ഒരൊറ്റ ആഗ്രഹം നമുക്ക് മനസ്സിൽ വിചാരിച്ച് വേണം കത്തിക്കാൻ. ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയാണ് ഈ തട്ടിൽ 5 ചിരാത് കത്തിക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് നിലവിളക്കും കത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയമാണ് പീരിയഡ്സ് ടൈം. 7 ദിവസം കഴിഞ്ഞുള്ള 8ാമത്തെ ദിവസം തൊട്ട് നമ്മൾ എത്രാമത്തെ വിളക്കാണോ നടത്തിയത് ആ നമ്പർ അനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഈ വിളക്ക് പൂർത്തിയാക്കാവുന്നതാണ്. പിന്നെ ഈ തട്ട് പൂക്കളാൽ അലങ്കരിച്ചും കുങ്കുമവും മഞ്ഞളും പൊട്ട് തൊട്ടും ഒക്കെ അലങ്കരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിളക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക പോസിറ്റിവിറ്റിയാണ്. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും. കാരണം 4 മണിക്ക് നമ്മൾ ചിലപ്പം 6 മണിക്കൊക്കെ എണീക്കുന്നവരായിരിക്കും. പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് 2-3 ദിവസം നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് എണ്ണിക്കും. കാരണം അപ്പം നമ്മൾ പോലും അറിയത്തില്ല വിളക്ക് കത്തിക്കണമല്ലോ എന്നും പറഞ്ഞ് ആ അലാറം അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എണീക്കും. പിന്നെ ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ കുളിച്ച് ശുദ്ധിയോടെ കത്തിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതിൽ ചിലവർക്ക് രാവിലെ തല നനയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രഷും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ വെള്ളം 3 വട്ടം തലയിൽ കുടഞ്ഞിട്ട് നമുക്ക് ഈ വിളക്ക് കത്തിക്കാവുന്നതാണ്. മറ്റ് അശുദ്ധികൾ എന്ന് വെച്ചാൽ പീരിയഡ്സ് അല്ലാതെ മറ്റ് അശുദ്ധികൾ, മാംസങ്ങൾ കഴിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധം അതിന് ശേഷമോ നമ്മൾ കുളിച്ചിട്ട് തന്നെ കത്തിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരം പോസിറ്റിവിറ്റിയാണ്. നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നത് പോലെ തോന്നും. നമുക്ക് എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാനും എല്ലാം പറ്റും. 90% മനുഷ്യരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു ഗുണം തന്നെയല്ലേ. നമുക്കൊരുപാട് സമയം കിട്ടുന്നു, പോസിറ്റീവ് വൈബാണ്, ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് മാറ്റം നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ ചിരാത് കത്തിക്കുമ്പോൾ ഒരൊറ്റ ആഗ്രഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കത്തിച്ച് 48 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കത്തിച്ച് കഴിഞ്ഞ ശേഷം 1-2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് അടുത്ത ആഗ്രഹത്തിന് വേണ്ടി കത്തിച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഒരുപാട് വ്യൂവേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിലെ ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോരായ്മകളൊക്കെ ഉണ്ട്, തുടക്കക്കാരിയല്ലേ, അതുകൊണ്ടാണ്. അതെല്ലാം മാറ്റി ഞാൻ വീണ്ടും നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. ഹരേ രാമ, ഹരേ കൃഷ്ണ.